നമസ്കാരം. എൻ്റെ പേര് മണികണ്ഠൻ. വെളിയത്തുപറമ്പിൽ ധന്വന്തരി ക്ഷേത്രം, അങ്കമാലി, പുളിയനം. ഭക്തജനങ്ങളുടെ അറിവിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പുരാതനമായ ഒരു ധന്വന്തരി ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഞാനൊന്ന് പറയാം. 800 വർഷങ്ങൾക്ക് മുമ്പ് ധന്വന്തരി മൂർത്തിയുടെ പരമഭക്തനായിരുന്ന ലാടഗുരു എന്ന സന്യാസി വര്യൻ 7 തലമുറകൾക്ക് മുമ്പ് ഒരു ദൈവനിയോഗം പോലെ ഈ തറവാട്ടു കുടുംബത്തിൽ വന്ന് താമസിക്കുകയും ഈ കുടുംബത്തിലെ ആദ്യ കാരണവർക്ക് ആയുർവേദ ചികിത്സ പകർന്നു നൽകുകയും ചെയ്തു. ഈ സന്യാസി വര്യൻ ഈ കുടുംബത്തിൽ വെച്ചു തന്നെ സമാധിയാവുകയും അദ്ദേഹത്തിൻ്റെ മുൻ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഇവിടെ സമാധിയിരുത്തുകയും ആ സമാധിക്ക് മുകളിലായിട്ടാണ് ധന്വന്തരി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 7ാം തലമുറയിലെ ആയുർവേദ വൈദ്യനായിരുന്ന എൻ്റെ പിതാവായ പുളിയനം വെളിയത്തുപറമ്പിൽ ശ്രീ വി.എ. രാമൻ വൈദ്യർ, കൂടാതെ ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ തൊട്ടു ചേർന്നു തന്നെ ലാടഗുരുസ്വാമി ഈ കുടുംബത്തിൽ ആദ്യമായി ആയുർവേദ ചികിത്സ പകർന്നു നൽകിയ കാരണവരുടെ കല്ലറയും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നിലകൊള്ളുന്നു. കൂടാതെ കുടുംബ പരദേവതയായ ഭദ്രകാളി അമ്മയും ഈ തറവാട് കുടുംബത്തിൻ്റെ നിലവറയിലായി കുടികൊള്ളുന്നു. കൂടാതെ അയ്യപ്പൻ, വീരഭദ്രൻ, മുത്തപ്പൻ, ഗണപതി, നാഗയക്ഷി, കൂടാതെ 2 സർപ്പക്കാവുകളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ വൃശ്ചിക മാസത്തിലെ അയ്യപ്പൻ വിളക്കും മേടമാസത്തിലെ കളമെഴുത്തുപാട്ടും ഗുരുതിയുമാണ്. ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അങ്കമാലി നിന്ന് വരികയാണെങ്കിൽ അങ്ങാടിക്കടവ് വഴി പീച്ചാനിക്കാട് ഐക്കാട്ട് കടവ് വന്ന് ചോദിച്ചാൽ മതി വി.എ. രാമൻ വൈദ്യരുടെ വീട്. അതുകൂടാതെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ ചേർക്കാം. 89 210 20 769. ധന്വന്തരമൂർത്തിയുടെ പ്രധാന വഴിപാടായ മുക്കുടി നിവേദ്യം എല്ലാ ഞായറാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രനട തുറക്കുന്നത് എല്ലാ ഞായറാഴ്ചയുമാണ്.